ഈ ഡോക്ടർ പി കെ ഗോപനും അദ്ദേഹത്തിന്റെ സഹ നേതാക്കന്മാരും എല്ലാം AKG സെന്ററിൽ ഒരുപക്ഷെ പൂമാലയൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം തന്ത്രി കണ്ഠന് രാജീവരെ ഉള്ളിലേക്ക് പോകുമ്പോ പുറത്തേക്ക് ഇറങ്ങി വരുന്ന N പത്മകുമാറിനെയും N വാസുവിനെയും N വിജയകുമാറിനെയൊക്കെ മാലയിട്ട് സ്വീകരിക്കാൻ വേണ്ടി 3 മാലയും 5-6 ലഡുവൊക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടോ ആഘോഷപൂർവ്വം സ്വീകരിക്കാൻ വേണ്ടി എന്ന് ഞാൻ സംശയിക്കുകയാണ്. കാരണം അത്രയ്ക്ക് സന്തോഷമാണ്, അത്രയ്ക്ക് ജിജ്ഞാസയാണ് ഇവരെ ആവേശിച്ചിരിക്കുന്നത്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ തന്ത്രി കണ്ഠന് രാജീവര് അവർ അറസ്റ്റിലായിപ്പെട്ടു, അദ്ദേഹം അറസ്റ്റിലായി, സംശയമൊന്നും വേണ്ട. അദ്ദേഹം അറസ്റ്റിലായി, അടുത്ത ദിവസം അദ്ദേഹത്തിന്റെ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ കോടതി എന്താ പറയുക എന്ന് നമുക്കറിയില്ല. പക്ഷെ N പത്മകുമാർ നിങ്ങളുടെ നേതാവ്, അദ്ദേഹം ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതിയെ ജാമ്യവുമായി ബന്ധപ്പെട്ട് സമീപിച്ചില്ലേ? അദ്ദേഹം വിവിധ കോടതികളെ സമീപിച്ചില്ലേ? അന്ന് ആ ജാമ്യാപേക്ഷയിൽ എന്താണ് കോടതിയുടെ നിരീക്ഷണം? നിങ്ങളുടെ CPM-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ എല്ലാവരും നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ദേവസ്വം ബോർഡിന്റെ ബെഞ്ചിന്റെ മുമ്പാകെ അല്ലാതെ ജസ്റ്റിസ് A ബദറുദ്ദീന്റെ ബെഞ്ചിന്റെ മുമ്പാകെ വന്നപ്പോ ഇതൊക്കെ ചെറിയ മീനുകളാണ്, അതായത് പത്മകുമാർ അടക്കമുള്ളവർ ചെറിയ മീനുകളാണ്, ഇനിയും വലിയ മീനുകളിലേക്ക് പോകണം എന്നല്ലേ കോടതി പറഞ്ഞത്? 89 പേജ് വരുന്ന അന്നത്തെ നിങ്ങളുടെ ജാമ്യാപേക്ഷ തള്ളിക്കൊണ്ടുള്ള റിപ്പോർട്ടിൽ, അതായത് കേസ് ഡയറി പരിശോധിക്കുന്നത് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ബെഞ്ചാണ് കേട്ടോ, പ്രേക്ഷകർക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ ഇവർ പറയും ഇത് ദേവസ്വം ബോർഡിന്റെ ബെഞ്ച് പറഞ്ഞതല്ലോ എന്ന് പറയും. അതായത് കേസ് ഡയറി കൃത്യമായി പരിശോധിച്ച് A പത്മകുമാറിനും N വാസുവിനും അടക്കമെതിരെയുള്ള കണ്ടെത്തലുകൾ എന്താണ് എന്ന് കണ്ട് ബോധ്യപ്പെട്ട് ആ ജാമ്യാപേക്ഷ തള്ളിയ ബഹുമാനപ്പെട്ട ജസ്റ്റിസ് ബദറുദ്ദീന്റെ ബെഞ്ച് 87 പേജ് വരുന്ന ആ വിധി പ്രസ്താവത്തിൽ 9 തവണയാണ് ബിഗ് ഗൺസ് എന്ന് പറയുന്നത്. എന്തുകൊണ്ടാണ് നിങ്ങൾ ബിഗ് ഗൺസിലേക്ക് പോകാത്തതെന്ന് രൂക്ഷ വിമർശനം കേസ് ഡയറി പരിശോധിച്ച ബെഞ്ച് SITക്ക് നേരെ നീട്ടിവെച്ചിട്ടുണ്ട്. അപ്പോഴാണ് ഗോപേട്ടൻ പറയുന്നത്, ഏതാ വസന്ത് തെക്കുംപള്ളി വന്നിട്ട് ഇവിടെ ഇരുന്ന് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ ഹൈക്കോടതിയെ അവിശ്വസിക്കുകയാണ്, അപമാനിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ വലിയ 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 വായി വർത്തമാനം പറയുന്നത്. നോക്കൂ, കേരളത്തിന്റെ ഹൈക്കോടതി തന്നെ, അതായത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട കേസ് ഡയറി പരിശോധിച്ച് ജാമ്യാപേക്ഷ തള്ളിക്കളഞ്ഞ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ബെഞ്ച് തന്നെ നിങ്ങളുടെ SITയുടെ അന്വേഷണം കൃത്യമായ ദിശയിലല്ല മുമ്പോട്ട് പോകുന്നത് എന്ന് കണ്ടിട്ടുണ്ട്. അങ്ങനെ കണ്ടത് കൊണ്ടാണ് നിങ്ങൾ എന്തുകൊണ്ടാണ് ഈ സൈഡിൽ മാത്രം വലയിടുന്നത്, അപ്പുറത്ത് പോയി വലയിട്ട് സ്രാവിനെയും തിമിംഗലത്തെയും പിടിച്ചോട്ട് വാ എന്ന് പറഞ്ഞ് തിരിച്ചുവിട്ടത്? SITക്ക് പാളിപ്പോയോ, വഴിതെറ്റിപ്പോയോ എന്ന് സംശയം പ്രകടിപ്പിച്ചത്? അപ്പൊ ഞാൻ പറഞ്ഞത് SIT കൃത്യമായ വഴിയിൽ പോകുന്നില്ല എന്നല്ല, SITയുടെ അന്വേഷണ പുരോഗമനവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ CPM നേതാക്കൾക്ക് ചോർന്നു കിട്ടുന്നുണ്ട്. അല്ലെങ്കിൽ എങ്ങനെയാണ് തന്ത്രിയിലേക്ക് അന്വേഷണം പോകുന്നുവെന്ന്, അദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെടുമെന്നും പ്രിയപ്പെട്ട ഡോക്ടർ ഗോപൻ അടക്കമുള്ളവർക്ക് 2-3 ദിവസം മുമ്പേ ചർച്ചകളിൽ പറയാൻ പറ്റുന്നത്? എങ്ങനെയാണ് അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ ഇതുവരെ നോട്ടീസ് കൊടുത്തിട്ടില്ലെങ്കിലും അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ SITക്ക് പ്ലാൻ ഉണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്നത് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയ അവസരത്തിന്റെ 3/4 ഭാഗവും കോൺഗ്രസ് നേതാക്കളുടെ പേര് പറയാനാണ് ഉപയോഗിച്ചത്. ഒന്ന്, വലിയ സുരക്ഷാ സംവിധാനമുള്ള സോണിയാഗാന്ധിയുടെ വീടിന്റെ അകത്തേക്ക് എങ്ങനെയാണ് പോറ്റിയും കൂട്ടരും കയറിയത് എന്നൊക്കെയാണ് ചോദിച്ചത്. ഡോക്ടർ പി കെ അത്തരം കാര്യങ്ങളിലൊക്കെ വൈകാതെ അന്വേഷണ സംഘം എത്തുമായിരിക്കാം, നോക്കാം. സോണിയാഗാന്ധിയുടെ പങ്കൊക്കെ ഇപ്പോഴും CPM എടുത്തുന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ശ്രീ പി കെ ഗോപൻ, നോക്കൂ, ഇപ്പോഴും അന്വേഷണ സംഘത്തിന്റെ പിടിയിലുള്ള അല്ലെങ്കിൽ അവരുടെ കസ്റ്റഡിയിലുള്ളവരാണ് പത്മകുമാർ, N വാസു, അതുപോലെ തന്നെ വിജയകുമാർ. ഇവർ ഇപ്പോഴും നിഷ്കളങ്കരാണ്, നിരപരാധികളാണ്, ഇവർക്കൊന്നും ഈ തട്ടിപ്പിൽ യാതൊരു പങ്കുമില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും CPM വിശ്വസിക്കുന്നത്, കരുതുന്നത്?